സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ഈ ജാഥയുടെ ഇത്ര പ്രൗഢോജ്വലമായൊരു സദസ്സിൽ ഭാഗമാവാൻ സാധിച്ചു എന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാരുണ്ട്. ഈ വലിയ വേദിയിൽ സംസാരിക്കുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഫിലിപ്പ് ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, സമസ്തയെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, കേരളത്തിലെ ആയിരക്കണക്കിന് അന്യമത വിശ്വാസികളുടെ ഒരു പ്രതിനിധിയായിക്കൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ട ഞങ്ങളുടെ തങ്ങൾ ഉസ്താദെ, അങ്ങ് ധീരതയോടെ നയിക്കുമ്പോൾ അങ്ങേക്കൊപ്പം നീങ്ങാൻ കേരളത്തിലെ മതേതരവാദികളായ ജനങ്ങൾ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. ഞാൻ ചെറിയ പ്രായമുള്ളൊരു വ്യക്തിയാണ്. മമ്പുറം തങ്ങളെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ശംസുൽ ഉലമയെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ആ കുറവൊക്കെ ഞങ്ങളെ പോലെയുള്ള യുവതലമുറ നികത്തുന്നത് പ്രിയപ്പെട്ട നമ്മുടെ തങ്ങൾ ഉസ്താദ് ശൈഖുന ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണുമ്പോഴാണ്. ഈ നാട്ടിൽ മതരാഷ്ട്രവാദത്തെ കോട്ടകെട്ടി പ്രതിരോധിക്കാൻ, ഈ നാട്ടിൽ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തെ കാത്തു സൂക്ഷിക്കാൻ, ഈ നാട്ടിൽ സമാധാന അന്തരീക്ഷം പുലർത്താൻ വലിയ പരിശ്രമങ്ങൾ നടത്തിയ സമസ്ത, അത് അതിന്റെ 100 വർഷങ്ങൾ പിന്നിടുമ്പോ അതിന്റെ നായകൻ, സുന്നത്ത് ജമാഅത്തിന്റെ നായകൻ ശ്രീ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ട്രെയിലർ ആണെങ്കിൽ ഫെബ്രുവരി 8 അങ്ങ് കുനിയയുടെ മണ്ണിൽ അരങ്ങേറാൻ പോകുന്നത് ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഭാഗമാവാൻ ഞങ്ങളെ പോലെയുള്ള ഈ നാട്ടിലെ അന്യമത വിശ്വാസികളും സ്നേഹപൂർവ്വം ആഗ്രഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, പ്രിയപ്പെട്ട തങ്ങൾ ഉസ്താദിനോടുള്ള സ്നേഹം അത് വാക്കുകൾക്ക് അതീതമാണ്. ഫിലിപ്പ് ജോണിനെ നമ്മൾ പലപ്പോഴായി സമസ്തയുടെ വേദികളിൽ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഒരു യുവതലമുറയുടെ പ്രാതിനിധ്യം എന്ന രീതിയിൽ തന്നെയാണ് ഫിലിപ്പിനെ കാണുന്നത്. കാരണം ഫിലിപ്പ് എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പാരമ്പര്യമോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു എക്സ്പീരിയൻസോ അനുഭവമോ ഒന്നുമുള്ള ആളല്ല. യുവതലമുറയിൽ പെടുന്ന വളർന്നു വരുന്ന ഒരു യുവ നേതാവ്, അതാണ് ഫിലിപ്പ് ജോൺ. പക്ഷേ ഫിലിപ്പ് ജോണിനെ ബാക്കിയുള്ളവരിൽ നിന്ന് മാറ്റി വ്യത്യസ്തനാക്കുന്നത് ഫിലിപ്പ് ജോൺ എന്ന് പറയുന്ന കൊടുവള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ സ്ഥിരതാമസമാക്കി സമസ്തയുമായി വലിയ ബന്ധമുള്ള, സമസ്തയുടെ നേതാക്കളുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു കുടുംബമാണ് ഫിലിപ്പിൻ്റെത്. ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല. നിങ്ങളിവിടെ ഫിലിപ്പിനെ കേൾക്കുമ്പോൾ ഫിലിപ്പിന്റെ വാക്കുകൾ നിങ്ങൾക്ക് ആവേശമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫിലിപ്പ് സമസ്തയെ കാണാനും കേൾക്കാനും തുടങ്ങിയത് അത് മഹാനായ മർഹൂം നമ്മുടെയൊക്കെ പണ്ഡിത നേതാവ് മർഹൂം പാറന്നൂർ ഉസ്താദിലൂടെയാണ്, വാവാട് ഉസ്താദിലൂടെയാണ്. അവരുമൊക്കെ ആയിട്ട് ഫിലിപ്പിന് വലിയ ബന്ധമുണ്ടായിരുന്നു. ഫിലിപ്പിന്റെ കുടുംബത്തിന് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. വാവാട് ഉസ്താദൊക്കെ ആയിട്ട് വലിയ ബന്ധങ്ങൾ, പണ്ഡിതന്മാരായിട്ടുള്ള സംസ്ഥയുടെ നേതാക്കളുമായിട്ട് ഇവർക്കൊക്കെ വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്, അതായത് സയ്യിദുൽ ഉലമ നയിക്കുന്ന സന്ദേശയാത്ര തുടങ്ങുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഫിലിപ്പ് സുപ്രഭാതത്തോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സമസ്തയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത്, എവിടെ നിന്നാണ് എന്നൊക്കെ ഉള്ളത്. അവിടെയാണ് ഫിലിപ്പ് ഈ പറയുന്നത് സമസ്തയുടെ നേതാക്കളുമായി ഫിലിപ്പിന്റെ കുടുംബത്തിനുണ്ടായ ബന്ധങ്ങളെ കുറിച്ച്. ഫിലിപ്പിന്റെ അമ്മ ഡോക്ടറാണ്. ആ ഡോക്ടറുമായിട്ട് പണ്ഡിതന്മാർക്കുണ്ടായ ബന്ധങ്ങള്, അതുപോലെ ഈ ഫിലിപ്പിന്റെ കുടുംബവുമായിട്ടുണ്ടായ ബന്ധങ്ങള്, അങ്ങനെ ആ ബന്ധങ്ങളിൽ നിന്ന് ഫിലിപ്പിന്റെ കുടുംബവുമായിട്ട് സമസ്തയുടെ പണ്ഡിതന്മാർക്കുണ്ടായ ബന്ധം, അത് സമസ്തയുടെ പണ്ഡിതന്മാർ അതിങ്ങനെ കാത്തു സൂക്ഷിച്ചപ്പോ ആ ബന്ധങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ഇടപെടലുകൾ ഫിലിപ്പ് എന്ന് പറയുന്ന കുഞ്ഞു മകന്റെ അല്ലെങ്കിൽ ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുകയും അത് വളർന്ന് വലുതായി ഇങ്ങനെ രാഷ്ട്രീയ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഫിലിപ്പിന് അത് ഈ പറയുന്ന രീതിയിൽ സമസ്തയിലേക്കുള്ള ഒരു വഴിയായി മാറി. ഇന്നിപ്പോ ഫിലിപ്പ് പറയുന്നത്, മമ്പുറം തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, ശംസുൽ ഉലമയെ ഞാൻ കണ്ടിട്ടില്ല, അവരെയൊക്കെ ഞാൻ കാണുന്നു മഹാനായ സയ്യിദുൽ ഉലമയുടെ പ്രവർത്തനങ്ങളിലൂടെ എന്ന് പറഞ്ഞു വെക്കുമ്പോ, നമ്മൾ നേരത്തെ ഷാഫി പറമ്പിൽ ഇന്നലെ കോഴിക്കോട്ട് മുതലക്കുളത്ത് സമസ്തയുടെ ഈ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിച്ച വാക്കുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്.
അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഈ ഫിലിപ്പ് ജോൺ എന്ന് പറയുന്നത്. കാരണം ഫിലിപ്പ് ജോൺ സമസ്തയുടെ വേദികളിൽ എത്തുന്നത് ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്ന രീതിയിലല്ല. ഫിലിപ്പ് ജോണ് സമസ്തയുടെ വേദികളിൽ നിറസാന്നിധ്യമാകുന്നത് ഒരു സമസ്തക്കാരന് എന്നുള്ള രീതിയിലാണ്. സമസ്തക്കാരനായതുകൊണ്ട് മാത്രമാണ് ഫിലിപ്പ് ജോൺ സമസ്തയുടെ വേദികളിൽ എത്തുന്നത്. കാരണം ഫിലിപ്പിന് അത്ര വലിയ രാഷ്ട്രീയ പാരമ്പര്യം പറയാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥാനങ്ങൾ പറയാനോ ഒരു വലിയ ജനപ്രതിനിധിയോ അങ്ങനെ ഒന്നുമല്ല ഫിലിപ്പ് ഒരു സമസ്തക്കാരനായതുകൊണ്ട് മാത്രമാണ് സമസ്തയുടെ വേദികളിൽ എത്തുന്നത്. ആ സമസ്തക്കാരൻ എങ്ങനെയായി എന്നുള്ളതിന്റെ കാരണം നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് ഫിലിപ്പ് തന്നെ പല ആവർത്തി നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സമസ്ത നടത്തിയ ഇടപെടലുകളും സമസ്തയുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാക്കിയ പ്രവർത്തനങ്ങളും ഉണ്ടാക്കിയ സ്വാധീനം, ആ സ്വാധീനമാണ് ഫിലിപ്പിനെ വലിയ ഒരു സമസ്തക്കാരനാക്കിയത്. ഇന്ന് നിങ്ങളൊന്ന് പോയി നോക്കുക, കൊടുവള്ളിയിൽ ഫിലിപ്പിന്റെ പ്രവർത്തന മണ്ഡലങ്ങളില് കേന്ദ്രങ്ങളില് നിങ്ങളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫിലിപ്പിന്റെ നേതൃത്വത്തില് വലിയ രീതിയിൽ പ്രചരണങ്ങള്, സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് ഫിലിപ്പാണ്. അപ്പോ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി ഒരു സമസ്തക്കാരനായത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചാൽ, സമസ്ത മുന്നോട്ട് വെച്ച ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഈ രാജ്യത്തിന്റെ മതേതരത്വ സാഹോദര്യ മുന്നിൽ കണ്ടുകൊണ്ട് സമസ്ത നടത്തിയ പ്രവർത്തനങ്ങള്, ആ പ്രവർത്തനങ്ങള് ഇവിടുത്തെ സാഹോദര്യ സൗഹാർദ്ദ അന്തരീക്ഷം ഊട്ടി ഉറപ്പിക്കാൻ കാരണമായി എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആകർഷനായിക്കൊണ്ടാണ് ഫിലിപ്പ് ജോണിനെ പോലെയുള്ളവർ സമസ്തയുടെ അനുഭാവികളും സമസ്തക്കാരനുമായി മാറുന്നത്. പണ്ഡിതന്മാരെ സ്നേഹിക്കാനും അവരെ ആദരിക്കാനും ഫിലിപ്പ് ജോണിനെ പോലെയുള്ള നമ്മൾ ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത ആളുകൾ പോലും അതിന് തയ്യാറാകുന്നത് സമസ്തയുടെ ഈ പറയുന്ന പ്രവർത്തന മണ്ഡലങ്ങളും സമസ്ത ഈ സമൂഹത്തിന്, കേരളീയ സമൂഹത്തിനാണെങ്കിലും നമ്മുടെ രാജ്യത്ത് സമസ്ത നടത്തുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത് തുറന്ന കണ്ണുകളുമായിട്ട് കാണാൻ ശ്രമിക്കുന്നവർക്ക് അവർ മനസ്സിലാക്കുന്ന പാഠങ്ങളിൽ നിന്നാണ് ഇവരൊക്കെ, ഫിലിപ്പ് ജോണൊക്കെ വെറും ഒരു ഉദാഹരണം മാത്രമാണ്. നമ്മുടെ വേദികളിൽ എത്തുന്ന, സംസ്ഥയുടെ വേദികളിൽ എത്തുന്ന ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഫിലിപ്പ് ജോൺ ഒരു ജനപ്രതിനിധിയല്ല, ഒരു വാർഡ് മെമ്പർ പോലുമല്ല ഫിലിപ്പ് ജോൺ. ആ ഫിലിപ്പ് ജോൺ സമസ്തയുടെ വേദികളിൽ നിരന്തരമായി നിറസാന്നിധ്യമാകുന്നുണ്ടെങ്കിൽ അത് ഫിലിപ്പ് ജോൺ മുന്നോട്ട് വെക്കുന്ന വലിയ ഒരു ആശയമുണ്ട്. സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്ത് നമ്മളൊന്ന് എണ്ണിക്കഴിഞ്ഞാൽ ആ പട്ടികയിൽ ആദ്യം വരുന്ന വ്യക്തികളിൽ ഒരാളാണ് ഈ ഫിലിപ്പ് ജോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സമസ്തയുടെ വേദികളിൽ നിറസാന്നിധ്യമാകുന്ന ഫിലിപ്പ് ജോണിനെ നമ്മൾ കാണുന്നത്. ഇന്നലെ കോഴിക്കോട്ട് ഫിലിപ്പ് ജോൺ നടത്തുന്ന വാക്കുകൾക്ക് വലിയ രീതിയിൽ നമ്മൾ ആവേശം കൊള്ളുന്നുണ്ടെങ്കിൽ ആ ഫിലിപ്പ് ജോണിനെ സമസ്തക്കാരനാക്കിയത് ബഹുമാന്യരായിട്ടുള്ള സമസ്തയുടെ മുൻകാല പണ്ഡിതന്മാരാണ് എന്നുള്ളതാണ്. അവര് കാത്തു സൂക്ഷിച്ചു പോരുന്ന അവരുടെ പാരമ്പര്യം, അവരുടെ നിലപാടുകള്, അവരുടെ ഇടപെടലുകള്, ആ ഇടപെടലുകളിൽ ആകർഷിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ ഫിലിപ്പ് ജോണുമാർ നമുക്കിടയിൽ നമ്മളിൽ ഒരുവനായിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി നമ്മൾ കാണേണ്ട കാര്യമാണ്. കാരണം ഭിന്നിപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, പച്ച നുണകളുടെ ഒന്നും വ്യാപാരങ്ങൾ നടത്തുന്ന ഒരു സമൂഹമായിട്ട് സമസ്ത ഉണ്ടായിട്ടില്ല എവിടെയും എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സമസ്ത ഒരിക്കലും സമസ്തയുടെ മക്കളോട്, ഈ ഉമ്മത്തിനോട് സമസ്ത ഒരിക്കലും വെറുപ്പുളവാക്കുന്ന, വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുന്ന ഒരു സന്ദർഭം പോലും സമസ്തക്കുണ്ടായിട്ടില്ല. അത് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, വെറുപ്പും വിദ്വേഷവും തടയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങള് നിരന്തരമായി സമസ്ത ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനെ സമസ്ത ആദ്യം ചെയ്തത് ഈ ഉമ്മത്തിനെ ബോധവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഉമ്മത്തിനെ ബോധവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു. മുസ്ലിം ആവുക എന്നുള്ളതോടൊപ്പം അന്യമത വിശ്വാസികളായിട്ടുള്ള ആളുകളെ എങ്ങനെ ബഹുമാനിക്കണം, അവരെ എങ്ങനെ കാണണം എന്നുള്ളത് കൂടി
സമസ്ത നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലേ? നമ്മൾ ഖുർആൻ എങ്ങനെ ഓതണമെന്ന് സമസ്ത നമുക്ക് പഠിപ്പിച്ചു തന്നു, എങ്ങനെ നിസ്കരിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു, എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു, ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയാവണമെന്ന് സമസ്ത നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ, കർമ്മശാസ്ത്രങ്ങളെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ സമസ്ത ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൂടി സമസ്ത നമുക്ക് പഠിപ്പിച്ചു തന്നു. മറ്റുള്ള മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകളുമായിട്ട് എങ്ങനെ ഇടപഴകണമെന്ന് സമസ്ത നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് പഠിപ്പിച്ചു തന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സച്ചരിതരായിട്ടുള്ള മുൻഗാമികൾ അത് നമുക്ക് ചെയ്ത് കാണിച്ചു തന്നു. നിങ്ങൾ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയവരുടെ പേരുകളാണ് ഞാൻ പറയുന്നത്. കാരണം അതിന് മുൻപേയുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ പോലും സാധിച്ചെന്ന് വരുന്നില്ല. ഈ അടുത്ത കാലഘട്ടത്തില് നമ്മുടെ തലമുറയിൽ നമ്മളോടൊപ്പം ജീവിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ, മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, ഈ രണ്ട് പേരുടെ ജീവിതം മാത്രം എന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ അവരുടെ ജീവിതങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അവരുടെ ജീവിതങ്ങൾ അറിയണമെങ്കിൽ ഇപ്പൊ വാഴക്കാട് നമ്മളൊന്ന് പോയി നോക്കുക. വാഴക്കാട് അങ്ങാടിയിൽ പോയിട്ട് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഏത് മതവിശ്വാസിയാവട്ടെ, അവർ പറഞ്ഞു തരും ആരായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്, എങ്ങനെയായിരുന്നു കണ്ണിയത്ത് ഉസ്താദിന്റെ ഇടപെടലുകൾ. ശംസുൽ ഉലമയെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞു തരും ശംസുൽ ഉലമ ആരായിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ ഇടപെടലുകൾ. അപ്പോ സമസ്ത നമുക്കിത് പഠിപ്പിച്ചു തന്നു എന്ന് മാത്രമല്ല, സമസ്തയുടെ സച്ചരിതരായ നേതാക്കള്, അപ്പൊ അങ്ങനെ ഒരാളാണ് ഫിലിപ്പ് ജോണിനെ ഇത്രയധികം ആകർഷിച്ച സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളാണ് വാവാട് ഉസ്താദ്, പാറന്നൂർ ഉസ്താദ്. അപ്പോ ഇവരുടെയൊക്കെ ഇടപെടലുകൾ സമൂഹത്തിൽ എന്തൊക്കെ മാറ്റമുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ആ മാറ്റങ്ങൾക്കുള്ള ഉത്തരമാണ് ഫിലിപ്പ് ജോൺ എന്നുള്ളത്. അതുകൊണ്ടാണ് ഫിലിപ്പ് ജോണ് എന്നും ഒരു സമസ്തക്കാരനായിട്ട്, നമ്മളിൽ ഒരുവനായിട്ട് നമ്മളോടൊപ്പം ഇന്നും നിലകൊള്ളുന്നത്.